ഹലോ ഗൈസ്, എന്തെല്ലാവരും വിശേഷം? സുഖല്ലേ? ഞങ്ങളിതാ ചെറുതായിട്ടൊന്ന് പുറത്ത് വലത് വരെ കറങ്ങാൻ പോവാടാ. നമ്മളെ അൻസാറും കൂടി വരാനുണ്ട്. അൻസാറിനെ വെയിറ്റ്. മൊട്ടക്കാക്കനെ ഭയങ്കര വിസിക്ക് അല്ലേ? ഞങ്ങളെ നേതാവില്ല. നേതാവില്ലാത്തതിന്റെ അങ്ങനെ ഗൈസ്, ഞങ്ങൾ വെറുതെ ഒന്ന് വലത് കറങ്ങാൻ പോവാണ്. അപ്പൊ പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. എന്ത് പിന്നെ അതെ, അൻസാറും എത്തിയിട്ടുണ്ട് ഗൈസ്. അൻസാറും വന്നു. അൻസാറ് ഹായ് കൊടുക്കുക എല്ലാവർക്കും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞങ്ങളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞങ്ങൾ ബസ്സിന് വേണോ പോട്ടെ? ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. പാടവലി ഇന്നലെ ചെക്കന്മാര് കലക്കി അറിയാം. ആണോ? പാവങ്ങള് നേരിട്ട് നമ്മള് ഭയങ്കര കലക്കണ ആൾക്കാർ. എന്താ ചെയ്യാ? ലൈറ്റ് ഇല്ല. ആ ബസ് വരാനായി ഗൈസ്. ബസ് വരുന്നുണ്ട്. ബസ് ആ വരുന്ന ബസ്സിനാണ് ഞങ്ങൾ പോണത്. രാത്രി ആയതുകൊണ്ട് നല്ല ക്ലിയർ കുറവും ക്ലാരിറ്റി കുറവും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. വെളിച്ചമില്ലാത്തൊരു സ്ഥലത്താണ്. ആ ബസ്സാണ് വരാനുള്ളത് ഗൈസ്. ആ ബസ് വരുന്നുണ്ട്. നമുക്ക് അതിനാണ് പോകാനുള്ളത്. എടാ ബസ്സിന് കൈ കാണിക്കടാ. ബസ്സിന് കൈയായിട്ട് നിങ്ങൾ ടാക്സിക്കാരെ നമുക്ക് ആവശ്യമില്ല. പോകരുത്. ഞങ്ങൾ ബസ്സിന് കയറാൻ പോവാണ്. ബസ് നിർത്തി. ആഹാ, എന്താണ് സെറ്റപ്പ്! അൻസാറ് ചാടി അടിച്ചു വീണ്. കയറിക്കോ. അൻസാറ് കയറാനുള്ള പരിപാടിയാണ്. ബസ്സൊന്നും ക്ലിയർ ഇല്ലല്ലോ. അടിക്കടാ നാലെണ്ണം. ബസ്സിലെല്ലാം കയറി അങ്ങനെ ഇരിക്കട്ടെ. കുറേ ആൾക്കാരുണ്ട്. എന്തറാ ഇതാ അങ്ങോട്ട് വലതിലൂടെ എന്താ പറയാ, കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫുഡ് സ്ട്രീറ്റ് കാണാൻ. മൊത്തം ഇവിടെ ഉപ്പിലിട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ അത് ഉപ്പിലിട്ടതല്ല, അത് അറബിക് ഐറ്റംസ്, എല്ലാ ഐറ്റംസും. നമ്മൾ അപ്പുറത്ത് പോവാ. എന്താ രസം, എന്താ സുഖം. ഫുള്ള് ഫുഡ് സ്ട്രീറ്റുകളാട്ടോ അതൊക്കെ. എന്തിനോ വേണ്ടി തിളക്കുന്ന മുനീർ, ജോയല്. ഇവിടെയൊക്കെ റോഡൊക്കെ അടച്ച് ഭയങ്കര ഇതാട്ടോ. ആൾക്കാർക്ക് ആവശ്യാനുസരണം തുറന്നു കൊടുക്കും. എങ്ങനെ ഉരുളക്കിഴങ്ങ് എന്താടാ? എന്താണ് മുനീറേ, സാധനം ചീറും. ജിമ്പല് ചാർജ് കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? ഒട്ടക ബിൽഡിങ്. പണ്ട് ഞങ്ങൾ ഇവിടെ കയറി. നെജുമുക്ക് ഉണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ വരവില്. നല്ല വൈബ്. ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഓലത് കിട്ടൂല. പുറത്തിറങ്ങിയിട്ട് എന്താ റെഡി പറയും. പുറത്തിറങ്ങും. അത് അവിടെ ഫുഡ് കോർട്ട് പോകണം. ഫുഡ് കോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. ഒന്നും കിട്ടൂല. അറബിക് ഐറ്റംസ് ആയിരിക്കും. ഷവർമ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഷവർമ എങ്ങനെ ഉപ്പിലിടുക ഗൈസ്? അതൊന്ന് പറഞ്ഞേരി. ഏതൊരു പാത്തുമാടി കൂടി പോണേ. അതൊരു പാത്തുമ്പോ എന്തിലെ പോയി. ഇവിടെ ഞങ്ങളന്ന് വില കയറി 3 പൈസ 115 റിയാല്. പോ നേരെ വിട്ടോ. 3 115 നല്ല ഓഫറാണല്ലോ. മാളിൻ്റെ ഉള്ളിൽ കൂടി ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഗൈസ് പോവാനുള്ളത്. എന്താവോ എന്തോ. എങ്ങനെ? എന്തിനു ഓഫർ? എനക്കെന്തിനു ഓഫർ? അത് ഇൻഷുറൻസ് ആണ്.
ഇതാടാ ഊതാണ്, ഊതിനും നല്ല തിരക്ക്. വെറൈറ്റി ഇവിടുത്തെ പ്രത്യേക കലാരൂപം അത്. എന്താ വെറൈറ്റി അല്ലേ. മുനീറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്തുട്ടാ പറയുന്നേ? ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആട്ടോ, പല 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 ഫുഡ് ഐറ്റംസ്. എന്തോ ഒരു ജനങ്ങളറിയോ, നമ്മളെ കറാമ വൈബ് എന്നൊക്കെ പറഞ്ഞാലേ. ഇതൊക്കെ എന്താടാ മറ്റേ ഇത് ഓരോ ഇതിൻ്റെ പ്രൊമോഷനാ. അൻസാർ എന്താ അതിൻ്റെ ഇടയ്ക്ക് പോയി എടുത്തു വന്ന് ടിഷ്യൂ. ഞാൻ ഇതിൻ്റെ കൈ ഇവിടെ സമൂസ ഒക്കെ ഉണ്ട് കേട്ടോ. വിശക്കുണ്ടോ? എന്താ വേണ്ടി പറയേ? ഉപ്പിലിട്ടൊന്നും പാടില്ല. എന്തൊക്കെയോ കാര്യമായിട്ട് ഇവരെ ഫുഡാണ് ഗൈസ്. എന്തൊക്കെയാണ് ഐറ്റംസ്? ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ കാണുമ്പോൾ നജമുക്കാക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നാലും ചെമ്മീനോട് ഫുള്ള് ചെമ്മീൻ. വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. എന്തൊക്കെയോ ഐറ്റംസ്. ഇവിടെ ഒന്നും തിരക്കില്ല കേട്ടോ, എല്ലായിടത്തും ചെമ്മീൻ ഐറ്റംസ് ഇതൊക്കെ ഉണ്ട്. പല പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ എന്താ ഒരു പറയണെന്ന് നമുക്ക് അറിയില്ല. എന്താ ഒരു പറയണെന്നുള്ള മനസ്സിലാവില്ല അല്ലേ മുനീറേ? അല്ലേ ഒരു ഈ പെണ്ണുങ്ങളുള്ളതുകൊണ്ട് ഐറ്റങ്ങളെ മുഖം ബ്ലറാക്കാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് വിഷയം. ആ ബ്രദേഴ്സ്, ഇത് ഇംഗ്ലീഷിലൊക്കെ പേരുണ്ട് കേട്ടോ കടകളെ. സ്റ്റേഷൻ വെറൈറ്റി തന്നെ, സംഗതി നല്ല വൈബുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ എന്തിലെത്തിയോ? ഇതുപോലെ എന്തോ ഒരു ട്രഡീഷണൽ ഐറ്റാന്ന് തോന്നുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ സംഗതി എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, സാധനം എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അൻസാർ കാര്യമായിട്ട് എന്തോ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അൻസാറാ ഞാൻ കൊടുക്കടാ. എടാ അൻസാർ എന്തോ ഇവിടുന്ന് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നു. എന്താ അൻസാറാ പറഞ്ഞോ? അതും കൂടി പഠിച്ചാലോ ഒരു നാലെണ്ണം. ഇതെന്താടാ ഇത്? എന്താ ആടോ കിബ്ദേ? ഇതെന്താ? എന്തിൻ്റെ ലിവർ? അത് എത്ര നാലെണ്ണോ ഇത് നമ്മൾ പറഞ്ഞ? ഓ സാധനം ഇവിടെ പറഞ്ഞപ്പോൾ ഇത് സെറ്റ് അല്ലേ? ഡിസ്പ്ലേ എന്നാ വേറെ അവിടെ പൊരിക്കുന്നുണ്ട് ഗൈസ്, പൊരിക്കുന്നുണ്ട്. ആടിൻ്റെ ലിവറാണ് കേട്ടോ ഗൈസ്. ആടിൻ്റെ ലിവർ 1, 2. നമ്മൾ ആടിൻ്റെ ലിവറും പത്താത്ത ചീറൂലേ? എങ്ങനെ? ഹെവി ആയിട്ടാ? മാഷാഅല്ലാ, എന്തൊക്കെ കാര്യമായിട്ട് വയ്ക്കുന്നുണ്ട്. ആ 3-4 പറഞ്ഞിട്ടുണ്ട്. 4 പറഞ്ഞു. അല്ലല്ല ഇത് ഡിസ്പ്ലേ അത് നിർത്തി തിന്നാൻ പറ്റില്ല.
വിഷയല്ല എന്റെ ഗുളികല്ലേ അവന്റെ ഗുളിക ഓടാതിരിക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട. അന്നൊരു ദിവസം ബീഫ് കഴിച്ച് വിചാരിച്ചിട്ട് എനിക്കൊന്നും വരാൻ പോകില്ല. ഞാൻ മമ്മീനോട് ഞാൻ പറഞ്ഞോളാം. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ അയാൾ നടക്കുന്നുണ്ട് ഗൈസ്. തക്കാളി ആ സാധനം എന്താ സോവി മിയ മിയ മിസ് ബൂത്ത് ഫുൾ ഐറ്റംസ്. പേടിക്കടാ, മേടിക്ക എൻ്റെ കൂടി മേടിക്കുക. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ മേടിക്കാം. ഇന്റെതോടെ ഇന്റെ കിട്ടിയില്ല, എനിക്കില്ല. ഇതിനോ ഈ കാണണൊക്കെ മുഴുവൻ ഓടണ്ടായിട്ടോ? അല്ലടാ ഇത് അടി പിടിക്കൂലേ? ഇത് അടി പിടിക്കൂലേ? ഇവിടെ എപ്പോ തീയിട്ടത് അത്? അത് അടുത്ത സാധനം, അടുത്ത സാധനം. എല്ലാം വയ്ക്കാൻ പറയും, എല്ലാം വയ്ക്കാൻ പറയും. സാധനം സെറ്റ് ആയിക്കോട്ടെ. ആ പിന്നെ സാധനം ചെതറും. എന്താ പച്ചൻ്റെ എടുക്കറും. നമ്മളെ വിളിച്ചതുണ്ടല്ലോ അപ്പുറത്തെ നമ്മളെ വിളിച്ചത്. അല്ലല്ല ഈ ചെങ്ങായ വിളിച്ചത്. സൗയാർബാ നീ എന്താ ഫോട്ടോ എടുക്കുക? നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമല്ല. ഇവിടെ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഒരേ തീറ്റ. പള്ളിപ്പെരുന്നാളിന് കിട്ടുന്ന കളിത്തോക്കല്ലേ ടേസ്റ്റ് നോക്കട്ടെ ഗൈസ്. ഞാൻ ഒരു ചെറിയ ടേസ്റ്റ് നോക്കി. ഈ ടേസ്റ്റ് നോക്കിയോ? ജോയിൽ ടേസ്റ്റ് നോക്കി. അത് കഴിച്ചിട്ടേ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാം. ജമ്മിയോ? വെള്ളം വാങ്ങില്ല, വെള്ളം വാങ്ങാം. സംഗതി സെറ്റ്, നല്ല ടേസ്റ്റ്. എന്താ സ്ഥിതി മുനീറേ? തൊള്ള തുറക്കാൻ പറ്റില്ലല്ലേ? അവന് മടിയില്ല. ഓൻ ബിരിയാണി കൈയിട്ട് വാരി തിന്നാൻ പോയതാ. മറ്റേ ഞാൻ കൈയിട്ട് വാരി ചിക്കൻ എടുത്താലോ? ഞാൻ പറഞ്ഞു വേണ്ട. എന്താ അധികം പറ്റില്ല. സംഗതി ഒരേ വൈബ്. ആഹാ എന്താ രസം. അങ്ങനെ ഫുഡ് ഈറ്റൊക്കെ കഴിഞ്ഞ് പല്ല് കുത്തി നടക്കാണ്. ഇനി എന്താ അടുത്ത തീറ്റ? തീറ്റല്ല, വേറെ പരിപാടിയൊന്നുമില്ല. ആ എന്ത്? ആ അതോ വാങ്ങാം. ഇവിടെ ഉപ്പുമാങ്ങ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് ഷറഫിയയിലുണ്ടാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഉപ്പിലിട്ടത്. ആ ഇത് വാങ്ങാം, അത് വാങ്ങാം. ഇവിടെ ഭയങ്കര ഓളാണല്ലോ. തുള്ളാനോ ഇവിടെ? അൻസാറോടെ അവനവിടെ ഓ ടിഷ്യൂ എടുക്കാൻ പോയോ? വന്ന മുതലായില്ലേ മതി. ഇവിടെ കൈകൊട്ടിപ്പാട്ട് അവിടെ കഴിഞ്ഞോ? കൈകൊട്ടിപ്പാട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അൻസാർ ആത്തി സംഗതി നല്ല രസമുണ്ട്. ഇവിടെ എന്തൊരു സ്പെഷ്യൽ. ഇവിടെ എന്തൊക്കെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും. ഓഹാ ഫുൾ സെറ്റ്. ഇവിടുത്തെ ഒച്ചപ്പാട് കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടുത്തെ ഒച്ചപ്പാട് കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പുറത്ത് ക്രോസ് ചെയ്യണോ? വേണ്ടല്ലോ. സൂക്ക് പോകണ്ടല്ലോ, ഗോൾഡ് സൂക്ക് പോകണ്ടല്ലോ. വേണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം.
മാത്രം വലിയ പാട്ടുകളുള്ളൂ കേട്ടോ. പുക വേണോക്കടാ, അടുക്കള പുക. അല്ലല്ല, എനിക്ക് ഓർമ്മയില്ല, നമ്മളാ മറ്റേ ഒരു ഇത് വാങ്ങി സ്പ്രേ അടിച്ചടന്നീന്, അതിന്റെ ഒറിജിനൽ സ്പ്രേ അവിടെ കിട്ടുന്നവരെങ്കിൽ അവിടെ കിട്ടും, റസാസിയിൽ കിട്ടും. അതായത് ഇജ് വണ്ടിയിൽ കുറെ അടിച്ചു കൊണ്ടുവരുന്നില്ല, ചെറിയ ബ്ലൂ ആ സാധനം അവിടെ കിട്ടും. അതിന്റെ ഒറിജിനൽ അതാണ്. അതിന് 150 വില ഉണ്ട്. ഇതെന്താ ഒളിച്ചിക്കണ്? അടുത്ത മാസം വാങ്ങാറ വിളിച്ചെന്താ? അതൊക്കെ റാഡോന്റെ സാധനങ്ങളൊക്കെ കിട്ടോ. ആ, പോലീസ്, ബാറ്റ്മാൻ, പോലീസ്. ഓഹോ ഹോ ഹോ. ഇപ്പൊ ആണോ? പോലീസും ബാറ്റ്മാനും. എനക്കെന്ത് ബ്രാൻഡ് ഇറക്കണ്ടേ? ബമ്മാൻ ഇവിടെ പറയിപ്പിക്കും. പാട് വന്നോട്ടോ, കുഴപ്പമില്ല. അത് നമ്മളത് എടാ മാജിദ് അല്ലൂത് എടാ, ഇതിൻ്റെ അടുത്ത് നല്ല 2 കഷ്ണം മറ്റേ ഊതിന്റെ ചെറിയ 2 കട്ടകളുണ്ടായിരുന്നു. ഒന്നും കാണില്ല. അത് പോക്കണം. ഇവിടെ പോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്തിനു പോക്കണേ? നാട്ടിൽ പോകുമ്പോ പോച്ചതാക്കാന്നല്ലാതെ. അതിന് ആ സാധനമൊക്കെ ഒഴിവാക്കിയടാ, അല്ലെങ്കിൽ നെജുമുക്കും കൂടി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. റമദാൻ പരിപാടികളൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് പോടാ. നമ്മൾ അന്ന് പോയില്ലേ കൊറേ, മറ്റേ റമദാൻ ആയേക്കാന്ന് മുനീർ പറഞ്ഞ കട, അതൊക്കെ അവിടെ, അതൊക്കെ ആവാത്ത. ഇവിടെ എന്താ ഇതൊക്കെ ആൾക്കാരെ അപ്പുറം കടക്കാൻ നിൽക്കുന്ന ആൾക്കാരാടോ. റോഡൊക്കെ അങ്ങനെ എന്താ പറയാ, വിസിലടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടാട്ടോ ഇവിടെ ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങനെ കടത്തിവിടണേ. എന്തൊരു ആൾക്കാരാ. റോഡ് ക്ലോസ് ചെയ്യും, പോലീസൊക്കെ നിന്ന് അതിനായിട്ട് വളണ്ടിയേഴ്സും. സെറ്റപ്പാണ്. സെറ്റപ്പില് എന്താ സെറ്റപ്പില്ലേ, ഒരു മിഠായി തെരുവൊക്കെ പോയ ഫീലല്ലേ. അൽബൈക്ക് അതാ കാണുന്നത്, അൽബൈക്ക്. അങ്ങോട്ട് ഒരു സൂത്രം കാണിച്ചാ, നമ്മൾ തമിഴ്നാടാണോ എന്നൊരു സംശയം. ആ ബോർഡ് നോക്കിയാ തമിഴ്നാട്ടിലെത്തി. മലയാളത്തിലുണ്ടല്ലോ. ഞാൻ തമിഴാ വലുതായി കണ്ട, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതാണ്ട്. എന്താണ് മോണെ പരിപാടിയെ, അമ്പരം കറങ്ങണ കാറ്. അത് പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുത്തി. ആ കുട്ടികളൊക്കെ വീഡിയോ എടുത്താ അല്ല, ആ മേലൊക്കെ അവിടെയാണ് കാര്യം തലക്കടി. അതാ അടിച്ചത്. നമുക്കേ ഉള്ളിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? അടിപൊളി വൈബ് സ്ഥലമാട്ടത്. ഫുള്ള് അടിപൊളി കുറേ ടൈപ്പ് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ. പഴയ കാല വീടാട്ടത് അല്ലേ? വന്നിട്ടുണ്ടല്ലോ. ഞാനും വന്നിട്ടുണ്ട്. വൻസാർ വന്നിട്ടില്ലല്ലോ. ഞാൻ അവിടെ ഒരു നല്ലൊരു മരം ഉണ്ടാവും, മരം മുറിച്ചു പോയോ? സൗദി രാജകുമാരന്റെ ഫോട്ടോയൊക്കെ വെച്ച് സെറ്റപ്പാണ്. ആ മരം അടിപൊളിയാ. ഇവിടെ ഒരു പീരങ്കിയൊക്കെ ഉണ്ട്. അവിടെ ഒരു പീരങ്കി ഉണ്ട്, ആ നടുവിലൊരു പീരങ്കി ഉണ്ട്. പണ്ട് കാലത്ത് എന്തിനോ ഇജ്ജ് വന്നിട്ടുണ്ടോ അങ്ങോട്ട്? അപ്പൊ ആരാ വരാത്ത? അൻസാറാ? അതാ നല്ലൊരു ഹെറിറ്റേജ് വില്ലേജ്. അടിപൊളിയായില്ലേ? വലതിന്റെ ബ്യൂട്ടി റമദാനിലാന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാ. ഇതെന്താ പീരങ്കി? പീരങ്കി 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 ചെറുതും വലുതും ഉണ്ടല്ലോ. വാവ്. അൻസാർ അങ്ങോട്ട് പോയേ? ആ അൻസാർ അങ്ങോട്ട് പോയതാ. അൻസാർ അങ്ങോട്ടൊക്കെ കൊണ്ടുപോണ്ട് നമ്മളെ. സോറി, എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ കയറി നടക്കണല്ലേ. ഇത് ഏതോ റെസ്റ്റോറൻ്റ് ആണത്. എവിടെ?
അത് വേറെയാണ്. ഇതോ ഗാവരുണ്ടോ? പുകയുണ്ടല്ലോ. ഗാവക്കപ്പ് നല്ല കാപ്പിപ്പൊടിന്റെ മണം ഉണ്ട് കേട്ടോ. ആർച്ചി പുക കൂട്ടിയിട്ടണല്ലോ നമ്മള് കണ്ടപ്പോ. ഇതൊക്കെ നല്ല പൈസ മുടക്കുള്ളതാണ്. ഗവ ഗ്ലാസ് പുകച്ചതാ കൊന്തിരിക്കോ ഗാവേ. എന്താ നീ പറയണേ? അതങ്ങനെ ഇനി ഒറിജിനൽ ഗാവയാണോ? നല്ല മണമുണ്ട് ഗാവന്റെ. അൻസാർ അവിടെ എത്തിട്ടോ. അൻസാറത് അവിടെ എത്തി. ജയിലൊക്കെ പോണാവോ? നമ്മൾ അൻസാർ ക്ഷീണിതനായിരിക്കുന്നു ഗൈസ്. എന്താ മോനെ മടുത്തോ? നടന്നു മടുത്തോ? ക്ഷീണിതനാണ് ക്ഷീണിതൻ. അൻസാർ സഹജീവികളോട് കരുണ കാണിക്കുന്ന അൻസാർ പൊയ്ക്കാൻ സമ്മതിക്കില്ല. അത് കൊറേ നേരം നമ്മളെ ചുറ്റിപ്പറ്റി നിക്കണേ. വെള്ളത്തിനേ തോന്നില്ലേ? സൗദി രാജാവ് ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നില്ല. അതൊക്കെ 50,000 കിട്ടാൻ വകുപ്പില്ല. വീണ്ടും ചോദിക്കേ? നല്ലോ ദാഹിച്ചിട്ടുണ്ട്. അതെ ദാഹിച്ചിട്ട് വന്നാട്ടെ. നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് നല്ല ദാഹിച്ചടങ്ങാറായി. കൂട്ടി ഏതോ സെറ്റപ്പ് യാത്രക്കാർ. ഞങ്ങൾ നടന്ന് എവിടക്കോ ഉള്ളിൽ കൂടെ ഒക്കെ എത്തിയിട്ടുണ്ട്. വാളും പരിചയമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ യമനികള് അരയിൽ വെക്കണ പാല. യമനികള് അരയിൽ വെക്കണ കത്തിയാണ് അവിടെ. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. നിലത്ത് സൗദിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പൊ പോവാവോ? അതില് പെപ്സിയോ? എന്താ പറയ അടുത്തതിലെന്താ ആണോ? ചീറോ ഇതൊക്കെയാണ് ചങ്ങായിമാരെ. എന്താ ഒരു പഴയ ഒരു എവിടേക്കോ വന്ന പോലെ. നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റോറി ഇടാം. അതാണൊക്കെ ഉള്ളു. അതിനിടയിൽ സ്റ്റോറി ഇടാം. ഇതിലെടുത്തിട്ട് കാണുന്നില്ല. അൻസാർ പോയി. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഈ സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അടിപൊളിയായിട്ട്. ഇപ്പൊ നമ്മള് ചെന്ന് ഏതോ സ്ഥലത്തേക്ക് എത്തിയാണ്ട് നോക്കിയാ ഇതെങ്ങോട്ടൊക്കെ തിരിയാണ്ട് കേട്ടോ. ഇവിടുന്ന് തിരിയണൊന്നും കാണില്ല. ഏതായാലും നമ്മളങ്ങനെ പോവന്നെ. മുനീറേ ഇത് കാര്യമായിട്ട് എഡിറ്റിങ്ങിലാണല്ലോ. കാര്യമായിട്ട് എഡിറ്റിങ്ങിലാണല്ലോ. അൻസാറ് പോലെ അവിടെ സെറ്റായി. ഹബീബി അയ്യോ അത് നമ്മളേതോ ഒരു ആരാധകന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ. ഇതൊക്കെ ഇതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവര് വേഗം കയറ്റാൻ കഴിയില്ല കേട്ടോ. അവലൊന്നും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ അറിയോ, ഏകദേശം ചാർജൊക്കെ തീരാനായി. ഞങ്ങൾ കുറേ നേരമായി ഞങ്ങളുടെ കൂടെ തേരാപ്പാര അടക്കണേ. റൂമിൽ നിന്ന് പോന്നപ്പോൾ തന്നെ വല്ലാതെ ഫോണിൽ ചാർജൊന്നും ഇല്ല. ഇനി മുന്നീർ കിടന്ന നമ്മൾ ഇതോടുകൂടി നമ്മൾ അന്നത്തെ തൽക്കാലിക വീഡിയോ അവസാനം. അപ്പൊ ഇങ്ങനൊരു വീഡിയോ ആയിട്ട്